ഇതാണ് ബെയർ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്നത്. ബെയർ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ച ബുൾ കോൾ സ്പ്രെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ബെയർ പുട്ട് സ്പ്രെഡ് എന്ന് പറഞ്ഞു വരിക. അതായത് നമ്മൾ ഒരു ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നു. നിങ്ങൾ നിയർ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ നിങ്ങൾ ബൈ ചെയ്യുന്നു, കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ നിങ്ങൾ സെൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആയിട്ടുള്ള വ്യൂ ആണ്. അതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ ഇത് 2 ലാഖ് സ്ട്രാറ്റജിയാണ്. 2 ലാഖ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ്, ഇതിനകത്ത് പ്രോഫിറ്റും ലിമിറ്റഡ് ആണ്, ലോസും ലിമിറ്റഡ് ആണ്, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ നേക്കഡ് ഓപ്ഷൻ ബൈയിങ്, അല്ലെ? ബ്രേക്ക് ഈവൻ ഇസ് ഓൾസോ ബെറ്റർ ദാൻ നേക്കഡ് ഓപ്ഷൻ ബൈയിങ്, ആൻഡ് ട്രേഡ് ക്യാൻ ബി ടേക്കൺ വിത്ത് മാർജിൻ മണി. അപ്പൊ ഈ 3 അഡ്വാൻറ്റേജസ് ആണ് നിങ്ങളുടെ ബെനിഫിറ്റിൽ വർക്ക് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് അവിടെ നമുക്ക് റിസൾട്ട് കിട്ടും. ആൻഡ് ഇത് ബെയർ പുട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പ്രീമിയം അടയ്ക്കുക വേണം. കാരണം അറ്റ് ദ മണിയിലുള്ളത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വാല്യൂ കൂടുതലായിരിക്കും. കുറച്ചും കൂടി ഫാർ ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മൾ പോയി സെല് ചെയ്യാൻ പോണത്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണി സെല് ചെയ്യുമ്പോൾ അതിന്റെ പ്രീമിയം കുറവായിരിക്കും. അതിന്റെ നെറ്റ് ഡിഫറൻസ് ഉള്ള പ്രീമിയം നമുക്ക് എന്തായാലും നമുക്ക് കയ്യിൽ നിന്ന് അടച്ചേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തന്നു, പക്ഷെ അതൊന്നും കൂടി നമുക്ക് ഓപ്ഷൻ ചെയിൻ നിന്ന് കാണിക്കാം. ഇതാണ് ഓപ്ഷൻ ചെയിൻ. ഇത് ഈ പെർട്ടിക്കുലർ അറ്റ് ദ മണി ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യുന്നു. കുറച്ചും കൂടി ലോവർ വാല്യൂ ഉള്ള, അതായത് ലോവർ സ്ട്രൈക്ക് ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ സെല് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പ്രീമിയം 221 ആണ്, ഇതിന്റെ പ്രീമിയം 179 ആണ്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അത് ചെയ്യുമ്പോഴത്തേക്കും അനലൈസ് എന്ന് പറഞ്ഞ് ഇടുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് നമുക്ക് അതിന്റെ ചാർട്ട് കാണാൻ പറ്റും. ഇതാണ് അതിന്റെ ചാർട്ട്. അപ്പൊ ചാർട്ടിൽ എന്താണ് വിസിബിൾ? ഇറ്റ്സ് വെരി വിസിബിൾ. നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് വിസിബിൾ ആണ്, മാക്സിമം ലോസസ് വിസിബിൾ ആണ്. ഇവിടെ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 റുപ്പീസ് നമ്മൾ ചെലവാക്കി, പക്ഷെ 177 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടി. കാര്യം ഇത് സെല് ചെയ്തല്ലോ. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് നമ്മുടെ നിന്നുള്ള നെറ്റ് പ്രീമിയം ലോസ്. അപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2800 രൂപയുള്ളൂ. അപ്പൊ ഈ ഒരു ട്രേഡ് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 2800 റുപ്പീസ് ആണ് മാക്സിമം വരാവുന്ന ലോസ് ഉള്ളത്. സിംഗിൾ ലോട്ടിന്റെ കാര്യം പറയണം കേട്ടോ. ലോട്ട് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് അറിയാം. ഇത് 1 വരെ നിങ്ങൾക്ക് 5 10 15 നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് എടുക്കാം. മാക്സിമം ലോസസ് എത്ര വരാൻ പോണെന്നുള്ളത് ഇത് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ഞാൻ മുമ്പത്തെ ഒരു സെഷനിൽ നിങ്ങളുടെ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് നമ്മൾ മാക്സിമം പ്രോഫിറ്റ് മാക്സിമം ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ട്രേഡ് വരുന്നത്. ഓക്കെ, ബ്രേക്ക് ഈവൻ ബെറ്റർ ആണ്, നേക്കഡ് ഓപ്ഷൻ ബൈനേക്കാളും ബെറ്റർ ആണ്. ഇതാണ് ബെയർ പുട്ട് സ്പ്രെഡ്, BPS, ബെയർ പുട്ട് സ്പ്രെഡ്. ഇത് എപ്പോഴാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്? വെൻ യു ഹാവ് എ ബെയറിഷ് വ്യൂ. ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല, കയ്യിൽ നിന്നുള്ള പൈസ പോവും. ബെയറിഷ് വ്യൂ ആണെങ്കിൽ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ ഒരു വൈഡർ സ്പ്രെഡും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ വൈഡർ സ്പ്രെഡ്. ഇപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ ബൈ ചെയ്തത്, സെൽ ചെയ്തത് തമ്മിലൊരു വേരിയേഷൻ ഉണ്ട്. ഇവിടെ ഒരു 300 പോയിന്റ്സിന്റെ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ മാക്സിമം പ്രോഫിറ്റ് ഹയർ ആയിരിക്കും, മാക്സിമം ലോസസും ഹയർ ആയിരിക്കും. ഇത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അടുത്ത ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ മാർക്കറ്റ് എക്സ്പയറിക്കുള്ളിൽ മാർക്കറ്റ് 24,350 വന്നാണ് എൻഡ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മുഴുവൻ 12,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരിക്കും. ക്ലിയർ 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 ആണെങ്കിൽ ക്ലിയർ എന്ന് പറയൂ. ഫാന്റാസ്റ്റിക്. അപ്പോൾ നമുക്കന്ന് പിന്നെ അടുത്ത ഇതിലേക്ക് പോവാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്ക് ഇതിനകത്ത് കയറാൻ പറ്റണില്ല, അണേബിൾ ടു ലോഗിൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് ഇഷ്യൂസ് ഉണ്ടോ നിങ്ങൾക്ക്? ലോഗിൻ കഴിഞ്ഞ ഇത്ര ദിവസമായിട്ട് ആരൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാൻ ലോഗിൻ ആവാൻ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു അറിഞ്ഞില്ലല്ലോ. ഓക്കെ, എനിവേസ് ഇതാണ് അടുത്ത സ്ട്രാറ്റജി. ഈ ഒരു സ്ട്രാറ്റജിയുടെ രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഇതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് പ്രീമിയം റിസീവ് ആണ് ചെയ്യുന്നത്. വി ആർ റിസീവിങ് ദ പ്രീമിയം. അപ്പോൾ അത് കാരണം എൻ്റെ ഫേവറേറ്റ് സ്ട്രാറ്റജിയാണത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ക്രെഡിറ്റ് സ്പ്രെഡ്. ക്രെഡിറ്റ് നമുക്ക് കയ്യിൽ പൈസ കിട്ടുകയാണ്. ഡെബിറ്റ് സ്പ്രെഡ് നിങ്ങൾ പഠിച്ചെങ്കിൽ ക്രെഡിറ്റ് സ്പ്രെഡ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിനകത്ത് മാർക്കറ്റിന്റെ വ്യൂ ബുള്ളിഷ് ആണ്, പക്ഷെ നമ്മൾ കോൾ ഓപ്ഷൻ അല്ല നമ്മൾ ഉപയോഗിക്കാൻ പോണേ, നമ്മൾ പുട്ട് ഓപ്ഷൻ വെച്ചാൽ ഉപയോഗിക്കാൻ പോണേ. അപ്പോൾ പുട്ട് ഓപ്ഷൻ എങ്ങനെ ഉപയോഗിക്കും? നമ്മൾ അറ്റ് ദ മണി ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യും, എന്നിട്ട് അതിനേക്കാളും പ്രീമിയം കുറഞ്ഞ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യും.
നിങ്ങൾക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ എന്തായാലും എക്സാമ്പിൾ കാണിച്ചു തരാം, പക്ഷെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഞാൻ ബുള്ളിഷ് ട്രേഡ് ആണ്, പക്ഷെ ഞാൻ കോൾ ഓപ്ഷൻ ഞാൻ തൊടാൻ പോണില്ല. ഞാൻ തൊടാൻ പോണത് പുട്ട് ഓപ്ഷനിലാണ്. അറ്റ് ദ മണി ആയിട്ടുള്ള കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഞാൻ സെല് ചെയ്യും. ഔട്ട് ഓഫ് ദ മണി ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ബാക്ക് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഒരു ബുള്ളിഷ് ട്രേഡ് ചെയ്യാൻ പോണത്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീമിയം നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പൊ തന്നെ വരികയാണ്. അപ്പൊ ടെൻഷൻ കുറവാ. ഇനി ഇത് എന്തിന്റെ റീപ്ലേസ്മെന്റ് ആണ്? ഇത് നേക്കഡ് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ റീപ്ലേസ്മെന്റ് ആണ്. ഞാൻ മാർക്കറ്റ് ബുള്ളിഷ് വ്യൂ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യണമായിരുന്നു, അല്ലെ? മാർക്കറ്റ് ഞാൻ ബുള്ളിഷ് വ്യൂ ആണ്, അപ്പൊ ഞാൻ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം എനിക്ക് പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം, പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുമ്പോൾ എന്റെ മാക്സിമം പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, പക്ഷെ മാക്സിമം ലോസസ് അൺലിമിറ്റഡ് ആണ്, അല്ലെ? ശരിയല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്റെ ഇപ്പൊ ചോദിക്കണം കേട്ടോ. പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്, മാർക്കറ്റ് എത്ര ഹയർ പോയാലും നമ്മുടെ പ്രോഫിറ്റ് സെയിം ആണ്. പക്ഷെ മാർക്കറ്റ് ബെയറിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോസസ് വരും. അതിന്റെ ഒരു ബെറ്റർ വേരിയന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ബുൾ പുട്ട് സ്പ്രെഡ്. അപ്പൊ ഞാൻ ഇതേ പുട്ട് ഓപ്ഷൻ അതേപോലെ ഷോർട്ട് ചെയ്യുന്നു, പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു പുട്ട് ഓപ്ഷനെ ഞാൻ ബൈബാക്ക് ചെയ്യുന്നു. അപ്പൊ അൺലിമിറ്റഡ് ലോസ് പോണതിന് പകരം എന്റെ ലോസ് ലിമിറ്റഡ് ആയിട്ട് പോകുന്നു. ഇങ്ങനെ തന്നെ വരും. ഇങ്ങനെ തന്നെയാണ് എന്റെ ഗ്രാഫ് വരാൻ പോണത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് എക്സാക്ട് സ്ട്രാറ്റജി. ഞാൻ മാർക്കറ്റ് ബുള്ളിഷ് വ്യൂ ആണ്, പക്ഷെ ഞാൻ കോൾ ഓപ്ഷൻ തൊടുന്നില്ല. ഞാൻ കളിക്കാൻ പോണത് മുഴുവനും പുട്ട് ഓപ്ഷനിലാണ്. എന്ത് ചെയ്യും? അറ്റ് ദ മണി പുട്ട് ഓപ്ഷൻ ഞാൻ പോയി ഷോർട്ട് ചെയ്യും. കുറച്ചുകൂടി വേരിയന്റ് ആയിട്ടുള്ള ഒരു കുറഞ്ഞ പുട്ട് ഓപ്ഷൻ പോയിട്ട് ഞാൻ ബൈബാക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ അഡ്വാൻറ്റേജ് എന്താണ്? എനിക്ക് 193 രൂപ എനിക്ക് ക്രെഡിറ്റ് കിട്ടും. 155 രൂപ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇതിന്റെ നെറ്റ് ഡിഫറൻസ് എനിക്ക് പോസിറ്റീവ് ആണ്, വിച്ച് മീൻസ് ഐ ആം ഗെറ്റിംഗ് മണി. നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ മനസ്സിലായിട്ടില്ലെങ്കിലും അടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. ഇതാണ് അടുത്ത സ്ലൈഡ്. 193 എനിക്ക് കിട്ടുകയാണ്, 155 ഞാൻ ചെലവാക്കുകയാണ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 37 രൂപ എന്റെ അക്കൗണ്ടിൽ അപ്പൊ തന്നെ ക്രെഡിറ്റ് ആവും. അതാണ് എന്റെ മാക്സിമം പ്രോഫിറ്റ്. ആ 37 പോയിന്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ മാക്സിമം ലോസസ് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാതെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. 100 പോയിന്റ് ആണ് ഓരോ സ്ട്രൈക്ക് തമ്മിലുള്ള ഡിഫറൻസ്. ആ സ്ട്രൈക്ക് ഡിഫറൻസിനൂടെ നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് മാക്സിമം ലോസസ്. ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് എന്താണ്? 57. മറ്റേതായിരുന്നു എത്രയായിരുന്നു പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്? അൺലിമിറ്റഡ് ഷോർട്ട് സെല്ലിംഗ് ആയിരുന്നെങ്കിൽ 66. അപ്പോൾ 66 57 വന്നിട്ടുള്ളൂ. സോ ഐ ആം സ്റ്റിൽ ഹാപ്പി. കാരണം ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? എന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കുറഞ്ഞെങ്കിലും എന്റെ മാക്സിമം ലോസസ് കണ്ടെയ്ൻഡ് ആണ്. എനിക്ക് അൺലിമിറ്റഡ് ലോസ് വരത്തില്ല. സോ വ്യൂ ഇസ് സ്റ്റിൽ ബുള്ളിഷ്, ബട്ട് ഐ ആം യൂസിങ് പുട്ട് ഓപ്ഷൻ. ക്ലിയർ? ഡൗട്ട് എനിബഡി? ക്ലിയർ? വണ്ടർഫുൾ. ഇപ്പൊ എന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അത് നല്ലതാണ്. കാരണം മനസ്സിലാവുന്നില്ലെങ്കിലാണ് ഇത് പ്രോബ്ലം വരാൻ പോണേ. കാര്യം ഇനിയും സ്ട്രാറ്റജി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് എടുത്ത് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ബെറ്റർ ആണ്. കാരണം മാർക്കറ്റിൽ ഈ സ്ട്രാറ്റജിയുടെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് തീറ്റ നമ്മുടെ ഫേവറിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജി. അപ്പൊ നേക്കഡ് ഓപ്ഷൻ സെല്ലിംഗ് അല്ല, പക്ഷെ എന്താണ്, നമ്മളൊരു ക്രെഡിറ്റ് സ്പ്രെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കാരണം അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും ചെയ്യുന്നു. ഓരോ ദിവസവും നടക്കുന്ന പ്രീമിയം DK നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡിപ്ലോയ് ചെയ്യണത്. വേറെ ഓരോ ദിവസവും പ്രീമിയം കുറയും. ആ പ്രീമിയം കുറയുമ്പോൾ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഇങ്ങനെ പോയി തിരിച്ചിവിടെ വന്ന് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഈ പോയിന്റിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ അടുത്ത എക്സ്പയറി നടക്കുന്നത് ഈ പോയിന്റ് സെയിം ലെവലിലാണെങ്കിൽ പോലും മൈ ട്രേഡ് വിൽ ബി പ്രോഫിറ്റബിൾ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ടൈം ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ തീറ്റ അതിന്റെ വർക്ക് ചെയ്തു. അപ്പൊ എൻ്റെ കയ്യിൽ നെറ്റ് ക്രെഡിറ്റ് കിട്ടി. നിങ്ങൾ ഇതിന് പകരം ഒരു ഡെബിറ്റ് സ്പ്രെഡ് ഉപയോഗിച്ചിരുന്നെങ്കിൽ
ഈ പോയിന്റ് സെയിം ടു സെയിം ആയി നിന്നാലും നിങ്ങളുടെ കയ്യിൽ ലോസ് വന്നേനെ. കാരണം ഡെബിറ്റ് സ്പ്രെഡ് അപ്പോഴും തീറ്റ ഡി കെ സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടണില്ല. കാരണം ഓപ്ഷൻ ബൈയിങ് സ്ട്രാറ്റജിയുടെ ഇക്വലന്റ് ആണ് ഡെബിറ്റ് സ്പ്രെഡ്. ഓപ്ഷൻ സെല്ലിംഗിന്റെ ഇക്വലന്റ് ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ക്രെഡിറ്റ് സ്പ്രെഡ്. ക്ലിയർ? അപ്പോൾ മാർക്കറ്റ് അതേ ലെവലിൽ നിന്നാലും അത്രയും ടൈം ട്രാവൽ ചെയ്യണോണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നെറ്റ് ക്രെഡിറ്റ് കിട്ടുകയാണ്. സോ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ബുള്ളിഷിൽ നിന്ന് ബെയറിഷിലേക്കുള്ള ആ ട്രാൻസിഷൻ നടക്കുമ്പോഴാണെങ്കിലും തന്നെയും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും ചിലപ്പോൾ സ്ട്രാറ്റജി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. വളരെ റിസൾട്ടുള്ള ഒരു പെർട്ടിക്കുലർ മൂവ് ആണ്. എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസിലും ഇത് വർക്ക് ചെയ്യാം. നിഫ്റ്റിയിലും വർക്ക് ചെയ്യാം, നമുക്ക് റിലയൻസിൽ വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ HDFCയിൽ വർക്ക് ചെയ്യണോ, ഏതൊക്കെ F&O സ്റ്റോക്സിൽ വർക്ക് ചെയ്യിപ്പിക്കണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, എല്ലാം വർക്ക് ചെയ്തോളൂ. ക്രെഡിറ്റ് സ്പ്രെഡിന്റെ അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് എൻ്റെ ഒരു വേരിയേഷൻ നോക്കാം. ഇതാണ് വേരിയേഷൻ. ഇതിന്റെ വേരിയേഷന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റ് ദ മണി തന്നെ ഷോർട്ട് ചെയ്യുന്നു, പക്ഷെ കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു വേറെ പുട്ട് ഓപ്ഷൻ പോയി ബൈബാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ്സ് സ്ലോ ആയിട്ടാ ഗ്രോ ചെയ്യുള്ളൂ, മാക്സിമം ലോസസ് കൂടുതൽ ഗ്രോ ചെയ്യും. കാരണം ഇത് അൺലിമിറ്റഡ് ലോസ് എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ഈ കിട്ടാൻ പോണ പ്രീമിയം അല്ലെങ്കിൽ നമ്മൾ ചെലവാക്കാൻ പോണ പ്രീമിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ലോസസ് വൈഡൻ ആവും, ഈ ഒരു ഗ്യാപ്പ് വൈഡൻ ആക്കി കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ലോട്ട് സൈസ് കൂട്ടിയാൽ മതി. ഈ ഒരു സ്പ്രെഡ് കൂട്ടണം എന്നുള്ളത് ഓൾവേസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. ഓക്കെ, ഇതാണ് അടുത്ത സ്ട്രാറ്റജി. നമ്മൾ ബുൾ പുട്ട് സ്പ്രെഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പത്തെ സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ അതിന്റെ ബെയറിഷ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ബെയർ കോൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതും ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് ആണ്. ക്രെഡിറ്റ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പ്രീമിയം കിട്ടും, വി വിൽ റിസീവ് ദ പ്രീമിയം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ തന്നെ വരും. നമ്മൾ ബെയറിഷിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷനാണ് നമ്മൾ സെല് ചെയ്യാൻ പോണത്. കുറച്ച് മാറിയിട്ടുള്ള ഒരു കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പോണത്. ഇങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണത്. സെല്ലിംഗ് ലോവർ കോൾ സ്ട്രൈക്ക്. ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വാല്യൂ ഉള്ള കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യുന്നു, കുറച്ച് ഹയർ വാല്യൂ ഉള്ള കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു. പക്ഷെ ലോവർ കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതിന്റെ പ്രീമിയം കൂടുതലായിരിക്കും, ഹയർ കോൾ ഓപ്ഷന്റെ പ്രീമിയം കുറവായിരിക്കും. കാരണം അത് ഔട്ട് ഓഫ് ദ മണി, ഇത് അറ്റ് ദ മണിയാണ്. ഇത് നമ്മുടെ വ്യൂ ബെയറിഷ് ആയിരിക്കണം. നമ്മൾ ബുള്ളിഷിൽ പോയിട്ട് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യരുത്. പ്രോഫിറ്റും ലോസസും ലിമിറ്റഡ് ആണ്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നേക്കഡ് ഷോർട്ട് സെല്ലിങ്ങിനേക്കാളും കുറവാണ്. പക്ഷെ നമ്മുടെ ആ അൺലിമിറ്റഡ് ലോസസിനെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഷോർട്ട് സെല് ചെയ്യുന്നതിന് പകരം നേക്കഡ് സെല് ചെയ്യുന്നതിന് പകരം ഈ ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് എന്താണ്, ഇത് നമുക്ക് മാർജിൻ മണി വെച്ച് ചെയ്യാം. നേക്കഡ് സെല്ലിംഗ് ചെയ്യണതിന്റെ 1/5 മാർജിൻ മതി ഒരു സ്പ്രെഡ് ഉപയോഗിക്കാൻ. ഓക്കെ, ഇങ്ങനെയാണത് ചെയ്യുന്നത്. എൻ്റെ വ്യൂ ബെയറിഷ് ആണ്, പക്ഷെ ഞാൻ പുട്ട് ഓപ്ഷൻ തുടങ്ങില്ല. ഞാൻ കളിക്കാൻ പോണത് മുഴുവൻ കോൾ ഓപ്ഷനിലാണ്. ഞാൻ അറ്റ് ദ മണി അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഒരു കോൾ ഓപ്ഷൻ ഞാൻ സെല് ചെയ്യുന്നു, കുറച്ച് മാറിയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ ഞാൻ ബൈ ബാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ഹയർ പ്രീമിയം ഉണ്ട്. ഹയർ പ്രീമിയം എൻ്റെ പോക്കറ്റിൽ കിട്ടും. ഈ പ്രീമിയം ഞാൻ ചെലവാക്കണം. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് എനിക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ്സ്. അടുത്ത സ്ലൈഡിൽ അത് വിസിബിൾ ആണ്. ഇതാണ് സ്ലൈഡ്. 179 എനിക്ക് കിട്ടും, 133 ഞാൻ എനിക്ക് ചെലവാകും. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 46 റുപ്പീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെറ്റ് പ്രീമിയം ക്രെഡിറ്റ് കിട്ടുന്നത്. അത് ഇൻറ്റു 65 ആണ് എൻ്റെ മാക്സിമം പ്രോഫിറ്റ്. വ്യൂ ബെയറിഷ് ആണ്. ഞാൻ ഉപയോഗിച്ചേക്കുന്നത് കോൾ ഓപ്ഷൻസ് ആണ്. ക്ലിയർ? ക്ലിയർ ആണോ? വണ്ടർഫുൾ. ഇത് ഞാൻ ഉപയോഗിക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് സ്റ്റിൽ ബെറ്റർ ആണ്. 58 ഉണ്ട്. അൺലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയിലായിരുന്നെങ്കിൽ എൻ്റെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 66 ആയിരുന്നേനെ. പക്ഷെ എനിക്ക് 58 ഒരു 8 പോയിന്റിന് ഡ്രോപ്പ് അവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മാക്സിമം ലോസസിനെ ഞാൻ അവിടെ കണ്ടെയ്ൻ ചെയ്തു. അപ്പൊ എനിക്ക് ഇതിൽ കൂടുതൽ ലോസ് എന്തായാലും ഈ സ്ട്രാറ്റജിയിൽ വരാൻ പോലുള്ള. എനിക്ക് തെറ്റ് പറ്റിയാലും എനിക്ക് 34,000 രൂപ നഷ്ടപ്പെടണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ 10 തവണ 10 ട്രേഡ് എടുത്താൽ മാത്രമേ എനിക്ക് 34,000 രൂപ നഷ്ടപ്പെടുള്ളൂ.
ബൈ ദ ടൈം എനിക്ക് അത്രയും എൻ്റെ ഇത് തെറ്റിപ്പോകാനായിട്ടുള്ള സാധ്യത ഇല്ല. 10 തവണ എൻ്റെ റിസർച്ച് തെറ്റിപ്പോകാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ട്രേഡ് എടുക്കാം. നിങ്ങൾ ഇതല്ല സിംഗിൾ ഇതിൽ തന്നെ നിൽക്കുകയാണ്, ആ ഒറ്റ ട്രേഡിൽ ചിലപ്പോൾ ഒറ്റ ട്രേഡിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് 34,000 അല്ല 70,000 90,000 എത്ര രൂപ വേണമെങ്കിലും ഒറ്റയടിക്ക് തന്നെ പോവാം. കാരണം മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ മാർക്കറ്റ് നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് 1000 പോയിന്റ് മൂവ് ചെയ്താലും നിങ്ങൾക്ക് 3,400 രൂപയെ നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ സ്പ്രെഡ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത്. ഓൾറൈറ്റ്, ഇതാണ് അതിൻ്റെ ഒരു വേരിയേഷൻ. ഞാൻ സ്പ്രെഡ് വൈഡൻ ചെയ്തു. വൈഡൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, മാക്സിമം പ്രോഫിറ്റ്സ് മാക്സിമം ലോസസിന്റെ അതേ ക്വാണ്ടിറ്റിയിൽ അതേ ക്വാണ്ടത്തിൽ വലുതാവുന്നില്ല. ലോസസ് ആണ് ഫാസ്റ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്, പ്രോഫിറ്റ്സ് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു വൈഡർ സ്പ്രെഡ് ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ക്രെഡിറ്റ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ക്ലോസ് ടു ദി ആ ലെഗ് അടുപ്പിച്ച് വെക്കണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് ഞാൻ പറയാം. ഓക്കെ, സോ ഫാർ ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ വ്യൂ വന്നു, നിങ്ങളുടെ വ്യൂ ഐദർ ബെയറിഷ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുള്ളിഷ് ആണ്. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് ഇത് ബുള്ളിഷ് ആണ്, ബെയറിഷ് ആണ്. ഈ രണ്ട് വ്യൂ വരുമ്പോഴും നിങ്ങൾക്ക് 4 സ്ട്രാറ്റജീസ് ഡിപ്ലോയ് ചെയ്യാം. ഏതാണ് നിങ്ങൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജീസ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ പുട്ട് വെച്ച് കളിക്കാം അല്ലെങ്കിൽ കോൾ വെച്ച് കളിക്കാം. പുട്ട് വെച്ചാൽ കളിക്കണമെങ്കിൽ ബൈയിങ് സ്ട്രാറ്റജിയാണ്. കോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. സെയിം കേസ് നിങ്ങൾ ബുള്ളിഷ് മാർക്കറ്റിൽ നിങ്ങൾക്ക് കോൾ വെച്ച് കളിക്കാം, പുട്ട് വെച്ച് കളിക്കാം. കോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബൈയിങ് സ്ട്രാറ്റജിയാണ്, പുട്ട് ആണെങ്കിൽ സെല്ലിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ പേഴ്സണലി എല്ലാം സെല്ലിംഗ് സ്ട്രാറ്റജീസ് ആണ് ഉപയോഗിക്കാറ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ ഇത് വരുന്ന സമയത്ത് എനിക്ക് അഡ്വാൻറ്റേജിലാണ് വരാറ്. എനിക്ക് ക്രെഡിറ്റ് കിട്ടുകയാണ്, എൻ്റെ ക്യാപിറ്റൽ എൻ്റെ ഫണ്ട് എനിക്ക് ക്രെഡിറ്റ് കിട്ടുകയാണ്. കാരണം കണ്ടോ, ഗെറ്റ് പ്രീമിയം, അതാണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ അക്കൗണ്ടിലേക്ക് ആ ബാലൻസ് അപ്ഡേറ്റ് ആവുകയാണ്. സോ ഓരോ ദിവസത്തെ ടൈം ഡിക്ക് എനിക്ക് അഡ്വാൻറ്റേജിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്രെഡിറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യാറ്. ഓൾറൈറ്റ്, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി. ലോങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വളരെ റിസ്ക് കൂടിയ സ്ട്രാറ്റജിയാണ്. അൺലിമിറ്റഡ് ലോസസ് രണ്ട് സൈഡിലും വരാവുന്ന സ്ട്രാറ്റജിയാണ്. ഇതൊരു 2 ലെഗ് സ്ട്രാറ്റജിയാണ്, 2 ലെഗാണ് ഇതിനകത്തുള്ളത്. നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് അൺലിമിറ്റഡ് ലോസ് എന്ന് പറയുന്നത് ലോങ് സ്റ്റാർട്ടിലല്ല, ഷോർട്ട് സ്റ്റാർട്ടിലാണ്. പക്ഷേ ദി എസെൻസ് ഇസ് ക്ലിയർ, ദി ജസ്റ്റ് ഇസ് ക്ലിയർ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ അറ്റ് ദ മണി ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷനും ബൈ ചെയ്യുന്നു, അറ്റ് ദ മണി ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുന്നു. ഇപ്പൊ രണ്ടും അറ്റ് ദ മണി തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പേ ഓഫ് ഗ്രാഫ് ഇരിക്കുക. ഇത് എങ്ങനത്തെ മാർക്കറ്റിലാണ് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പോണേ? ഇത് ഒരു ഡെൽറ്റ ന്യൂട്രൽ സ്ട്രാറ്റജിയാണ്. അതായത് നിങ്ങൾക്ക് അറിയത്തില്ല മാർക്കറ്റ് ബുള്ളിഷ് പോവോ ബെയറിഷ് പോവോ എന്നുള്ളത്. അപ്പൊ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്താലും നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണത്. ആൻഡ് ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ വീഗ എന്ന് പറഞ്ഞ വാല്യൂ, അതായത് വോളറ്റിലിറ്റി, അതിന് വോളറ്റിലിറ്റി കൂടുകയാണെങ്കിലാണ് ഈ സ്ട്രാറ്റജി ബെനിഫിറ്റ് ആവുക. ടൈം ഡിക്ക് തീറ്റ ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. കാരണം ഈ കോൾ സൈഡിലും പുട്ട് സൈഡിലും രണ്ടിലും പ്രീമിയം ഡിക്ക് വരുന്നുണ്ട്. അപ്പൊ തീറ്റ നിങ്ങളുടെ ടോട്ടലി അഗേൻസ്റ്റ് ആണ്. വോളറ്റിലിറ്റി കൂടാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജിയാണ്. അപ്പൊ ഒരു ഭയങ്കര വലിയ മൂവ് ആണ്, പക്ഷെ എങ്ങോട്ട് പോകുന്നുള്ളത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. ആക്ച്വലി ഞാൻ പറയണത് ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യമില്ല, പഠിച്ചു വെച്ചോളൂ. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് വളരെ കുറവാണ്, ബ്രേക്ക് ഈവൺ വളരെ മോശമാണ്, ഇതിന്റെ ഇൻട്രിൻസിക് വാല്യൂ തീരെ ഇല്ല, എല്ലാം ടൈം വാല്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് കയ്യിൽ നിന്നുള്ള പൈസ പോവാണ് ഇതിനകത്ത് ആക്ച്വലി സംഭവിക്കുന്നത്. ഇതെങ്ങനെ ഡിപ്ലോയ് ചെയ്യണത് അതും കാണിച്ചു തരാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു അറ്റ് ദ മണി, ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കുന്നു അറ്റ് ദ മണി. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജി. ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് കുറവാണ്. മാർക്കറ്റ് ഒന്നെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഈവൻ, 2 ബ്രേക്ക് ഈവൻ ഉണ്ട്, പുട്ട് സൈഡിലൊരു ബ്രേക്ക് ഈവൻ ഉണ്ട്, കോൾ സൈഡിലൊരു ബ്രേക്ക് ഈവൻ ഉണ്ട്. അപ്പൊ ഈ 2 ബ്രേക്ക് ഈവൻ ഒന്നെങ്കിൽ മാർക്കറ്റ് പ്ലസ് 1.7% മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് 1.7% മൂവ് ചെയ്യണം. എന്നാൽ മാത്രം നിങ്ങളുടെ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ള മീനിങ്.
ഇനി എത്രയാണ് ഇതിനകത്ത് വരാൻ പോകുന്ന പ്രീമിയം? ഇവിടെ 214, ഇവിടെ 211, ഇത് രണ്ടും കൂടി ചേർത്ത് 425 റുപ്പീസാണ് നിങ്ങൾക്ക് ചിലവാകാൻ പോണത്. അതിൻ്റെ 65 എന്ന് പറഞ്ഞാൽ ഏകദേശം 27,000 റുപ്പീസ് ഇതിൽ നിങ്ങൾക്ക് മാക്സിമം ലോസസ് വരാം. ആ ലോസസ് ഇവിടെ വന്നാലൊക്കെ ലോസസ് വരാം. മാക്സിമം ലോസസ് ഈ പോയിന്റിലായിരിക്കും, ഇവിടെ ലോസസ് കുറച്ച് കുറവായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് ലോസസ് ഉണ്ടാവും. അപ്പൊ അത് അറിയണം. ഈ സ്ട്രാറ്റജി എപ്പോൾ ഡിപ്ലോയ് ചെയ്യാം? വൈൽഡ് മാർക്കറ്റ് മൂവ്സ് വരുന്ന സമയത്ത്. പക്ഷെ അങ്ങനത്തെ മൂവ്സ് വരാറുണ്ടോ? വളരെ കുറവാണ്. നിങ്ങൾക്ക് ഡയറക്ഷൻ അറിയില്ല, മാർക്കറ്റ് ബുള്ളിഷ് പോവോ ബെയറിഷ് പോവോ എന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. നിങ്ങൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കണോ? തീർച്ചയായിട്ടും വേണ്ട. ഞാൻ പഠിപ്പിച്ചു തന്നോ? യെസ്, പഠിപ്പിച്ചു തന്നു. പക്ഷെ ഉപയോഗിക്കണോ? ഉപയോഗിക്കണ്ട. ഓക്കെ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയാണ് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്നത്. നമ്മൾ അറ്റ് ദ മണി ആയിട്ടുള്ള കോൾ ഓപ്ഷനും അറ്റ് ദ മണി ആയിട്ടുള്ള പുട്ട് ഓപ്ഷനും സൈമിൾട്ടേനിയസ്ലി സെല് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു അൺലിമിറ്റഡ് ലോ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾ ആക്ച്വലി ഉപയോഗിക്കേണ്ടതില്ല. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ഈവൺ വളരെ ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഇത് രണ്ടിന്റെയും പ്രീമിയത്തിന്റെ അത്രയും കൂടി സെന്റർ പോയിന്റിൽ നിന്ന് അത് മൂവ് ചെയ്താലാണ് നമുക്ക് ലോസ് വരത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഹ്യൂജ് ടൈം ഡീക്കെ ആണ്. അതായത് മാർക്കറ്റ് 3-4 ദിവസം ഒന്നും മൂവ് ചെയ്യണില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടൈം ഡീക്കെ, ഓരോ ദിവസത്തെ തീറ്റ ഡീക്കെ വളരെ വളരെ ബെനിഫിറ്റിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഷോർട്ട് സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് മാർക്കറ്റിലുണ്ട്. അവർക്ക് 99.99% എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടാം. പക്ഷെ ഒറ്റ മൂവ് മതി, ഒരു സിംഗിൾ മൂവ് മതി ഒരു ലോസ് ഉണ്ടാക്കാൻ. എൻ്റെ അറിയാവുന്ന ഒരു ഫ്രണ്ടിന് ഒറ്റ ദിവസം കൊണ്ട് ആ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ആ ഒരൊറ്റ ഏപ്രിലിലെ ഓപ്പണിംഗിൽ 95 ലാക്സിന്റെ ലോസ് വന്ന ഒരാളാണ്. പക്ഷെ പുള്ളി ഒരു പക്ക പ്രൊഫഷണൽ ട്രേഡറാണ്. 95 ലാക്സ് ലോസ് വന്നെങ്കിലും അടുത്ത ഒരു 1.5 മാസം കൊണ്ട് അത് മുഴുവൻ റിക്കവർ ചെയ്തു എന്നുള്ളതാണ് പുള്ളിയുടെ കാര്യം. അപ്പോൾ അത് പുള്ളിയുടെ കഴിവാണ്. അത് എല്ലാവർക്കും പറ്റണം എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാം. പക്ഷെ പുള്ളിയുടെ കേസിൽ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര ഒരു ലോസ് റിക്കവർ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ ഒരു 6-7 മാസം ചിലപ്പോൾ വേണ്ടി വന്നേനെ. പുള്ളി അത് 2 മാസം കൊണ്ട് റിക്കവർ ചെയ്തു. മിടുക്കൻ. അത് അത്ര എളുപ്പമല്ല അത് റിക്കവർ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കണോ? ഒരിക്കലും ഉപയോഗിക്കണ്ട. ഇൻട്രാഡേ ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിച്ചോ. ഇൻട്രാഡേ ഉപയോഗിക്കണോട് ഒരു തെറ്റുമില്ല. കാര്യം പല നമ്മുടെ ആൽഗോറിതമിക് സ്ട്രാറ്റജീസ് പലതും ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഷോർട്ട് സ്ട്രാറ്റജിയിലാണ്. അപ്പൊ ആൽഗോ ട്രേഡിംഗ് പഠിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. പക്ഷെ ആൽഗോയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം അത് തന്നെ അതിനകത്തൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. സോ ആൽഗോ ട്രേഡിംഗ് വിൽ വർക്ക്ഔട്ട് പെർഫെക്റ്റ്ലി. ഓക്കെ. ഇതാണ് അതിന്റെ ചെയ്യുന്ന മെത്തേഡ്. നമ്മൾ ഇവിടെ വന്ന് അറ്റ് ദ മണിയിലുള്ള കോൾ ഓപ്ഷനും അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷനും സൈമിൾട്ടേനിയസ്ലി സെല് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ഇവൺ ഗ്രാഫ് ഇങ്ങനെ വരാൻ, റിസ്ക് പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെയാണ് വരാൻ പോണത്. അപ്പോൾ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് ബെറ്റർ ആണ്. കാരണം മാർക്കറ്റ് ഒന്നെങ്കിൽ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇത്ര നെഗറ്റീവ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പോസിറ്റീവ് മൂവ് ചെയ്യണം. അതിനുശേഷമാണ് ആക്ച്വലി അൺലിമിറ്റഡ് ലോസസോ ഇവിടെ ബുൾ സൈഡിലോ ബെയർ സൈഡിലോ സ്റ്റാർട്ട് ചെയ്യുക. 2 ലെഗ് സ്ട്രാറ്റജി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 2 ബ്രേക്ക് ഇവൺ വന്നേക്കുന്നത്. കാരണം നമ്മൾ 2 ലെഗ് 2 സ്ട്രൈക്ക് ടൈപ്പിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് പുട്ടിലും ഒന്ന് കോളിലുമാണ്. അതുകൊണ്ടാണ് പുട്ട് സൈഡിലും കോൾ സൈഡിലും ബ്രേക്ക് ഇവൺ വന്നേക്കുന്നത്. ഇത് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും ബ്രേക്ക് ഈവൺ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു എക്സിക്യൂഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി, സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഇത് ക്ലിയർ ആണോ? ഈ സ്ട്രാറ്റജി എപ്പോഴാണ് ഡിപ്ലോയ് ചെയ്യേണ്ടത്? ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാർക്കറ്റ് ഒട്ടും മൂവ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. കാര്യം നിങ്ങൾക്ക് ഇതിൽ ഓരോന്നിലും നിങ്ങൾ കളക്ട് ചെയ്യാൻ പോണ തീറ്റ ഡിക്കെ വളരെ ഹൈ ആണ്. സോ ഇൻ ദാറ്റ് കേസ് നിങ്ങൾക്ക് ഒരുപാട് ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മാക്സിമം ഉണ്ടാക്കാൻ പോണ പൈസയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അത് ഈ രണ്ടിന്റെയും പ്രീമിയത്തിന്റെ സമ്മാണ്. ഈ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാക്കാൻ പോണത് 27,576 ആണ്. ദാറ്റ് ഈസ് എ മാക്സിമം മണി. പ്രോബിലിറ്റി ഓഫ് മേക്കിംഗ് ദാറ്റ് മണി ഈസ് 57%. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ട്രേഡ് നിങ്ങൾ ചെയ്യേണ്ട, ഓവർനൈറ്റ് ഒരിക്കലും കൊണ്ടുവരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല.
ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഹയർ സ്ട്രൈക്ക് സ്ട്രാഡിൽ വേരിയേഷൻ 1. ഇത് മാർക്കറ്റിൽ വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇത് എൻ്റെ ഒരു ഇതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ അറ്റ് ദ മണി ഷോർട്ട് ചെയ്യുന്നതിന് പകരം, ഇതായിരുന്നു അറ്റ് ദ മണി ഷോർട്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ഹയർ സ്ട്രൈക്കാണ് നമ്മൾ ഷോർട്ട് ചെയ്യാൻ പോണത്. ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോളും പുട്ടും അതേ സ്ട്രൈക്കിൽ തന്നെ ഷോർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ മാർക്കറ്റ് 24,650 പക്ഷെ ഞാൻ ഷോർട്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്സ് 24,900 ആണ്. കണ്ടോ, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഞാൻ 24,900 ഷോർട്ട് ചെയ്യാൻ പോണത്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷന്റെ വാല്യൂ കുറവായിരിക്കും, പുട്ട് ഓപ്ഷൻ ഇൻ ദ മണിയാണ്, അപ്പൊ അതിന്റെ വാല്യൂ ഹയർ ആണ്. അപ്പൊ ഈ ട്രേഡിലും എനിക്ക് 28,000 രൂപ കിട്ടും. പക്ഷെ ഇത് എപ്പോഴാണ് ഡിപ്ലോയ് ചെയ്യണത്? ഞാൻ മാർക്കറ്റ് ന്യൂട്രൽ ആണ്, പക്ഷെ കുറച്ച് ബുള്ളിഷും കൂടിയാണ്. അതായത് മാർക്കറ്റ് കുറച്ച് ഇൻക്ലിനേഷൻ ഉണ്ട് ബുള്ളിഷ് സൈഡിനോട്. അത് എപ്പോഴാണ് ഞാൻ ചെയ്യാൻ പോണേ? ഞാൻ ഒരു ചാനൽ മൂവിലാണ് മാർക്കറ്റ് പോണേ എന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇങ്ങനെ ഒരു ചാനലിലാണ് പോണെങ്കിൽ എനിക്ക് സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ അത് ഫ്ലാറ്റിഷ് ആയിട്ടുള്ള ഹൊറിസോണ്ടലി അല്ല മാർക്കറ്റ് പോണേ, പക്ഷെ ഒരു ചാനലിലെ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യാം. ഇത് മാർക്കറ്റിൽ വേറെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല നിങ്ങളുടെ അടുത്ത്. ഇതാണ് ഒരു ഹയർ സ്ട്രൈക്കിന്റെ സ്ട്രാഡിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ നമ്മുടെ സെന്റർ പോയിന്റ് അറ്റ് ദ മണിയിൽ നിന്ന് നമ്മൾ ബുള്ളിഷ് സൈഡിലേക്ക് കുറച്ച് മൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ ലോവർ വേരിയേഷൻ സ്ട്രാഡിൽ. നമ്മൾ സെന്റർ പോയിന്റിൽ നിന്ന് നമ്മൾ പുട്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ സെന്റർ പോയിന്റ് 24,670 ആണ്. പക്ഷെ ഞാൻ പോകാൻ പോണത് 24,300ന്റെ കോൾ ഓപ്ഷനും 24,300ന്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു ബെയറിഷ് ചാനലിലാണ് മാർക്കറ്റ് പോണെങ്കിൽ. ടെക്നിക്കൽ അനാലിസിസിൽ ഒരു ബെയറിഷ് ചാനലിലാണ് നിങ്ങൾക്ക് പോണത്. അത് മാർക്കറ്റ് ഒരു റേഞ്ച് വിട്ട് പുറത്തേക്ക് പോകുന്നില്ല, പക്ഷെ ഒരു ബെയറിഷ് വ്യൂ ഉണ്ട്. ഒരു ബെയറിഷ് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതാണ്. ക്ലിയർ? ക്ലിയർ? യെസ് ഓർ നോ? സ്റ്റുഡൻസ് ഒക്കെ പോയോ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ സ്ട്രാഡിൽ പഠിച്ചു. നമ്മൾ അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ആണ് നമ്മൾ ബൈ ചെയ്തത്. ഇനി അതിന്റെ ഒരു ചെറിയ വേരിയേഷൻ ആണ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറ്റ് ദ മണിയിൽ വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനാണ് നമ്മൾ വാങ്ങിക്കാൻ പോണത്. അതിനാണ് നമ്മൾ ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബൈയിങ് സ്ട്രാറ്റജിയാണ്. അത് ഡെൽറ്റ ന്യൂട്രൽ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യും, ഒന്നുകിൽ ബൈയിങ് സൈഡിലേക്ക് ഒന്നുകിൽ ലോങ് സൈഡിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് സൈഡിലേക്ക്, ഒന്നുകിൽ ബുള്ളിഷോ അല്ലെങ്കിൽ ബെയറിഷോ ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും. പക്ഷെ എവിടെയാന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അവിടെയാണ് നമ്മളൊരു ലോങ് സ്ട്രാങ്കിൾ ഉപയോഗിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ ടൈം ഡിക്കെ ഹയർ ആണ്, ഇതിന്റെ ബ്രേക്ക് ഈവൻസ് വളരെ വൈഡ് ആണ്. ഒരു കാരണവശാലും അത്രയും വൈഡ് ആയിട്ടുള്ള ബ്രേക്ക് ഈവനിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് വളരെ കുറവാണ്. നമുക്കത് കാണിച്ചു തരാം. ഇതാണ് അറ്റ് ദ മണി. അറ്റ് ദ മണി ബൈ ചെയ്യുന്നതിന് പകരം ഞാൻ കുറച്ച് മാറിയിട്ടുള്ളൊരു കോൾ ഓപ്ഷൻ പോയി ബൈ ചെയ്യുന്നു. കുറച്ച് മാറിയിട്ട് പോയിട്ട് ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യുന്നു. ഇതാണ് ലോങ് സ്ട്രാങ്കിൾ എന്ന് പറയാം. ഇതിന്റെ പേ ഓഫ് ചാർട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാണ് പേ ഓഫ് ചാർട്ട്. മറ്റേതാണെങ്കിൽ പെർഫെക്റ്റ് വി ഷേപ്പ് പോലെ വന്നേനെ. ഇത് വി പോലെ വരില്ല. കാരണം ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രീമിയം കുറവാണ്. 145, 148 ഉള്ളൂ. കാരണം ഈ പോയിന്റ് ആണ് നമ്മൾ ബൈയും സെല്ലും ചെയ്തേക്കുന്നത്. സെന്റർ പോയിന്റിലായിരുന്നെങ്കിൽ നമ്മുടെ പ്രീമിയംസ് കൂടുതൽ വന്നേനെ. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ ലോസ് വന്നേനെ. ഇപ്പൊ മുമ്പത്തെ എക്സാമ്പിൾ നമ്മൾ 28,000 രൂപ ലോസ് വന്നേനെ. ഇവിടെ 19,000 രൂപ ലോസ് വരത്തുള്ളൂ. പക്ഷെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബ്രേക്ക് ഈവൻ വൈഡർ ആണ്. മാർക്കറ്റ് വീണ്ടും ഒരുപാട് മൂവ് ചെയ്യണം. പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിലൊരു വ്യൂ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല മാർക്കറ്റ് ബുള്ളിഷ് പോവോ ബെയറിഷ് പോവോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാം.
എവിടെ അധികം ബുള്ളിഷ് പോയാലും അധികം ബെയറിഷ് പോയാലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. പക്ഷെ എവിടെ പോകുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. അവിടെയാണ് ഈ സ്ട്രാറ്റജി വരുന്നത്. ആൻഡ് നൗ ഇസ് ഓൾസോ ബെസ്റ്റ് ടൈം ടു ഇൻട്രൊഡ്യൂസ് ഈ ഡെൽറ്റ ന്യൂട്രൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മുമ്പത്തെ സ്ട്രാറ്റജിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ നൗ ഇസ് എ റൈറ്റ് ടൈം ടു ഡു ദാറ്റ്. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഡെൽറ്റ ന്യൂട്രൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി. ഇപ്പൊ ഈ പറയുന്ന കേസിൽ എൻ്റെ കോളിന്റെ ഡെൽറ്റ വന്നേക്കുന്നത് +0.39 ആണ്, പുട്ടിന്റെ ഡെൽറ്റ വന്നേക്കുന്നത് -0.39 ആണ്. അപ്പൊ രണ്ടിന്റെയും കൂടി സം വരുമ്പോൾ ഡെൽറ്റ 0 ആയി. ഡെൽറ്റ ഈസിക്കൽ ടു 0നെയാണ് നമ്മൾ ഡെൽറ്റ ന്യൂട്രൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് അതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് എവിടെ പോയാലും നമുക്ക് വലിയ പ്രശ്നമില്ല. ലെറ്റ് ഇറ്റ് ഗോ എനിവേർ. മാർക്കറ്റ് ബുള്ളി സൈഡിൽ പോയാലും ബെയർ സൈഡിൽ പോയാലും വി ആർ നോട്ട് വറീഡ്. അതാണ് ഡെൽറ്റ ന്യൂട്രൽ സ്ട്രാറ്റജീസ്. ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഡെൽറ്റ ന്യൂട്രൽ സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചു. അതിന്റെ റീസൺ ഇതാണ്. കാരണം അവർക്ക് ചിലപ്പോൾ ഡയറക്ഷൻ അറിയണമെന്നില്ല. അവരുണ്ടാക്കാൻ പോണത് ആ ഒരു തീറ്റ ഡിക്കയിലോ, അല്ലെങ്കിൽ അവരുണ്ടാക്കാൻ പോണത് ചിലപ്പോൾ ആ ഒരു അത്രയും ഒരു ഡയറക്ഷൻ മൂവിലൊക്കെ ആയിരിക്കും അവർ പൈസ ഉണ്ടാക്കാൻ പോണത്. പക്ഷെ അവർക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല മാർക്കറ്റ് ബുൾ സൈഡിൽ പോവോ ബെയർ സൈഡിൽ പോവോ എന്നുള്ളത്. ഇതാണ് ഡെൽറ്റ ന്യൂട്രൽ സ്ട്രാറ്റജി. ഇനി അതിന്റെ നമുക്ക് 1-2 വേരിയേഷൻസ് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് വേരിയേഷൻ. ഈ വേരിയേഷനിൽ ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിഫ്റ്റിയുടെ അറ്റ് ദ മണി കിടക്കുന്നത് 24669 ആണ്. പക്ഷെ ഞാൻ പോയിട്ട് ഒരു ഹയർ സ്ട്രൈക്കിലാണ്, അതായത് ഈ പറയുന്ന 24950 എന്ന് പറയുന്ന കോൾ ഓപ്ഷൻ സെൻട്രിൽ നിന്ന് ഒരുപാട് മൂവ്ഡാണ്. പക്ഷെ പുട്ട് ഓപ്ഷൻ കറക്റ്റ് സെൻട്രിൽ തന്നെയാണ്. അറ്റ് ദ മണി ആയിട്ടുള്ള പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യുന്നു, പക്ഷെ ഫാർ റിമൂവ്ഡ് ആയിട്ടുള്ള എൻ്റെ ഒരു കോൾ ഓപ്ഷൻ ആണ് ഞാൻ ബൈ ചെയ്യുന്നത്. അപ്പൊ എന്താ എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്ക് ഈവൺ അതിനൊരു സ്ക്യൂ വരും, ഒരു അസിമെട്രി വരും. ആ ബ്രേക്ക് ഈവൺ അസിമെട്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പുട്ട് സൈഡിലെ ബ്രേക്ക് ഈവൺ പെട്ടെന്ന് വരും കേട്ടോ. 1.3% മൂവ് ചെയ്താൽ മതി പുട്ട് ഓപ്ഷനിലെ പുട്ട് സൈഡിൽ ബ്രേക്ക് ഈവൺ വരാൻ. പക്ഷെ കോൾ ഓപ്ഷനിൽ ബ്രേക്ക് ഈവൺ വരാൻ +2.3 മൂവ് ചെയ്യണം. കണ്ടോ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇത്രയും പോകണം നമുക്ക് ബ്രേക്ക് ഈവൺ കോൾ സൈഡിൽ പോകാൻ. പക്ഷെ പുട്ട് സൈഡിൽ നമുക്ക് അത്രയും പോകണ്ട, കുറച്ച് പോയാൽ മതി. അങ്ങനെ ഒരു അസിമെട്രി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വേരിയേഷൻ കൂടി നോക്കാം. ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണോ? യെസ് ഓർ നോ പറഞ്ഞോളൂ. യെസ്, വണ്ടർഫുൾ. ആർക്കെങ്കിലും അൺക്ലിയർ ആണെങ്കിൽ അൺക്ലിയർ പറഞ്ഞോട്ടോ. കാരണം എല്ലാവർക്കും ഇതേ പേസിൽ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ചില ആൾക്കാർ ചില ദിവസങ്ങളിലൊക്കെ ക്ലാസ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ റെക്കോർഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാട്ടോ. ഇതാണ് അതിന്റെ വേരിയേഷൻ. ഈ വേരിയേഷൻ ഞാൻ ചെയ്യുന്നത് അഗൈൻ എനിക്ക് അസിമെട്രി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അസിമെട്രി ഐ വോണ്ട് എ ബെറ്റർ പ്രോബബിലിറ്റി ടു ദി ബുള്ളിഷ് സൈഡ്. അപ്പൊ എന്റെ ബുള്ളിഷ് സൈഡിൽ ഇത് വരുന്നത് 1.3%-ലാണ് എന്റെ ബ്രേക്ക് ഡൗൺ വരാൻ പോണേ. എന്റെ ബെയറിഷ് സൈഡിന്റെ ബ്രേക്ക് ഡൗൺ ഇച്ചിരി വൈഡ് ആയിട്ട് 2.5 ഇരുന്നോട്ടെ, ഐ എം നോട്ട് വറീഡ്. ഇങ്ങനെയാണ് ഞാൻ വേരിയേഷൻ കൊണ്ടുവരുന്നത്. ഈ വേരിയേഷൻസ് ഒന്നും മാർക്കറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കത്തില്ല. ഇതൊക്കെ പ്യുവർ റിസർച്ചിന്റെ ഔട്ടാണ്. ഇങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മാർക്കറ്റിൽ അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യം വരാറില്ല. തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൽ ഇതൊക്കെ ഒന്ന് അറിയാം, പക്ഷെ ഇത് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻസ് കുറവാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനിൽ ആകെ ശരിക്കും 3 സ്ട്രാറ്റജീസ് മതി. നമുക്ക് അതിലേക്ക് ആ 3 സ്ട്രാറ്റജീസിലേക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് നാളെ ഒരു സ്ട്രാറ്റജി എടുക്കണം. നിങ്ങൾക്ക് ബുൾ സൈഡിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൺ അടുത്ത് വേണം, ബെയർ സൈഡിൽ ബ്രേക്ക് ഈവൺ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ഈ വേരിയേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസിലേക്ക് വരാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ നമുക്ക് പഠിക്കാം. ഷോർട്ട് സ്ട്രാങ്കിൾ വളരെയധികം ഓപ്ഷൻ ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. എനിക്കറിയാവുന്ന ഒരുപാട് അമച്ചർ ആൻഡ് ഈവൻ സെമി പ്രൊഫഷണൽ ട്രേഡേഴ്സും ഇപ്പോഴും ഷോർട്ട് സ്ട്രാങ്കിൾസ് ഉപയോഗിക്കാറുണ്ട്. നോ ഹാം, കാരണം ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു അറ്റ് ദ മണി ഇവിടെ ആണെങ്കിൽ കുറച്ച് ഫാർ അവേ ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷനും ഒരു ഫാർ അവേ ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷനും ഷോർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കുന്നു.
ഇവിടെയുള്ള ഇപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരും ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ പുറത്ത് പറഞ്ഞാലില്ലെങ്കിൽ നിങ്ങളിത് ചെയ്യും. കാരണം ഇതൊരു ഇൻകം സ്ട്രാറ്റജിയാണ്. ഇൻകം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഒരു ഹ്യൂജ് മൂവ്മെന്റ് നടന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടും. പക്ഷെ മാർക്കറ്റ് ഒരു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ബേൺ ആവും. കാരണം അൺലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയാണത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ അൺലിമിറ്റഡ് ലോസ്. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡിക്കേ നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. കാരണം കോൾ ഓപ്ഷന്റെ പുട്ട് ഓപ്ഷന്റെ രണ്ടിന്റെയും പ്രീമിയത്തിന് എന്തായാലും ഓരോ ദിവസവും ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. ദാറ്റ് വേറ്റ് ഇസ് അഡ്വാൻറ്റേജസ്. എങ്ങനെയാണ് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പോണത്? ഭയങ്കര ഇൻറ്റ്യൂറ്റീവ് ആണ്, ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇതാണ് അറ്റ് ദ മണി. നമ്മൾ കുറച്ച് ഫാർ റിമൂവ് ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ പിടിച്ച് ഷോർട്ട് ചെയ്യുന്നു, കുറച്ച് ഫാർ റിമൂവ് ആയിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ പിടിച്ച് ഷോർട്ട് ചെയ്യുന്നു. അത്രയും ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഒരു അനലൈസിലേക്ക് ഇടുമ്പോൾ നമുക്ക് കാണാം ഇതാണ് അതിന്റെ ഷോർട്ട് സ്ട്രഗിൾ കാണുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് ഈവൻ വൈഡർ ആണ്. ഇത്രയും ബ്രേക്ക് ഈവൻ പോകണം. അപ്പൊ അത് കാരണം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് ബെറ്റർ ആണ്. ക്ലിയർ? ഇതൊരു മാർക്കറ്റില് പക്ഷേ ഈ സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജിയാണ്. ഇതാണ് അൺലിമിറ്റഡ് ലോസ്. അപ്പോൾ നിങ്ങളൊരു ഇൻട്രാഡേ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ്, നോ പ്രോബ്ലം. പക്ഷെ ഒരു ഓവർനൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഈ പറഞ്ഞ ഈ 1.8% ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അത് 1.8% ഗ്യാപ് ഡൗൺ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ലോസ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ പാനിക് ആവും. ആ പാനിക് ചെയ്ത് നിങ്ങളത് സ്ക്വയർ ഓഫ് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്തുള്ള പോയിന്റ്. അല്ലാണ്ട് ലോസ് അവിടെ ഒരു ഹ്യൂജ് ലോസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ വരാൻ പോണില്ല. ലോസ് വരണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇത് കണ്ടോ, ഒരു 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൂവ് ചെയ്യുമ്പോഴാണ് 60,000 രൂപയുടെ ലോസ് വരുന്നത്. അപ്പൊ 60,000 രൂപയുടെ ലോസ് ഒരു വലിയ ലോസ് ആയിട്ടല്ല, പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയാണ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് നിഫ്റ്റി മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യത 5% ഉള്ളൂ. അടുത്ത ആഴ്ച കൊണ്ട് നിഫ്റ്റി 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോകാനുള്ള പോസിബിലിറ്റി 5% ഉള്ളൂ. ആ 5% നിങ്ങൾക്ക് മാക്സിമം വരാൻ പോകുന്ന ലോസ് 60,000 രൂപയുള്ളൂ. പക്ഷെ അതല്ല എൻ്റെ മീനിങ്. ഇത് ഓവർനൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഉറപ്പായിട്ടും കിടന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് അറിയത്തില്ല മാർക്കറ്റ് നാളെ എങ്ങനെയാണ്, ഗ്യാപ് ഡൗൺ ആണോ ഗ്യാപ്പ് അപ്പ് ആണോ എന്നുള്ള അറിയത്തില്ല. ഏത് ഗ്യാപ്പ് അടിച്ചാലും നിങ്ങൾക്ക് ലോസ് ആണ്, ഡൗൺ അടിച്ചാലും അപ്പ് അടിച്ചാലും നിങ്ങൾക്ക് ലോസ് ആണ്. സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബ്രോക്കറിന് അവിടെ പോയി സെറ്റ് ചെയ്യണം. ഇവിടെ ഈ ട്രേഡിൽ ഈ ഒരു വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ 2 ഷോർട്ട് സെല്ലിംഗ് ആണ്. അപ്പോൾ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ നമ്മൾ ഷോർട്ട് സെൽ ചെയ്തു. അപ്പോൾ ഡെൽറ്റ ഇസ് നിയർ 0. അതായത് വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ ഡയറക്ഷൻ എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ആൻഡ് തീറ്റയും വീഗയും നമുക്ക് രണ്ടും ഫേവറബിൾ ആണ്. ഓരോ ദിവസവും 49 രൂപ പ്രീമിയം നമുക്ക് ബെനിഫിറ്റ് ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 40 × 65 ഡെയിലി നിങ്ങൾക്ക് കിട്ടാൻ പോണ ഇൻകം ആണ്. 49 × 65 ഡെയിലി കിട്ടാൻ പോവാണ്. വീഗ ഇസ് ഇൻ യുവർ ഫേവർ. കാര്യം മാർക്കറ്റ് മാർക്കറ്റ് വോളറ്റിലിറ്റി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയാണ് ഓരോ 1% ഫോളിലും നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഓക്കെ, അതിന്റെ വേരിയേഷൻ നമുക്ക് പഠിക്കാം. ഇതാണ് അതിന്റെ ഫസ്റ്റ് വേരിയേഷൻ. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ ഡയറക്ഷൻ, പക്ഷെ നമുക്ക് കുറച്ച് ബുള്ളിഷ് ഇൻക്ലിനേഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ബുള്ളിഷ് ഇൻക്ലിനേഷൻ എന്നത്? നമ്മുടെ നിഫ്റ്റി ഒരു മുകളിലേക്കാണ് പോണത്. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം മുകളിലേക്കാണ് പോണത്. പക്ഷെ ഈ റേഞ്ച് വിട്ട് അധികം പോണില്ല. അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കാവുന്ന സ്ട്രാറ്റജിയാണിത്. വേറെ ഒന്നുമല്ല, നമ്മളിവിടെ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അറ്റ് ദ മണിയിലുള്ള പുട്ട് ഓപ്ഷൻ ഷോർട്ട് ചെയ്യുക. എന്താ അറ്റ് ദ മണിയിലുള്ളത് ഷോർട്ട് ചെയ്യുക. നമ്മൾ കോൾ ഓപ്ഷൻ എവിടെ ഷോർട്ട് ചെയ്യാൻ പോണത്? കുറച്ച് മാറിയിട്ടാണ് പോയി ഷോർട്ട് ചെയ്യാൻ പോണത്. ഇവിടെ 24,900 ആണ്. അതായത് 300 പോയിന്റ് അപ്പുറത്ത് പോയിട്ടുള്ള കോൾ ഓപ്ഷനാണ് ഞാൻ ഷോർട്ട് ചെയ്തത്. അപ്പൊ നമ്മുടെ ബ്രേക്ക് ഇവൺ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് ഇവിടുത്തെ കോൾ സൈഡിലെ ബ്രേക്ക് ഇവൺ, ഇതാണ് പുട്ട് സൈഡിലെ ബ്രേക്ക് ഇവൺ. ഇതാണ് കറന്റ്ലി നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ബുള്ളി സൈഡിലുള്ള ബ്രേക്ക് ഈവൺ ഇത്രയും വരെ നമുക്ക് ബ്രേക്ക് ഈവൺ ഉണ്ട്. അത് ഇതുവരെ നമ്മുടെ മാർക്കറ്റ് നമുക്ക് ഫേവറബിളിൽ നിൽക്കും. പക്ഷെ പുട്ട് ഓപ്ഷൻ സൈഡിൽ ബെയറി സൈഡിൽ മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലോസസ് സ്റ്റാർട്ട് ചെയ്യും.
ഇതെന്തിനാ അത് ചെയ്യുന്നത്? വി ഹാവ് എ സ്ലൈറ്റ്ലി ബുള്ളിഷ് വ്യൂ, പക്ഷെ മാർക്കറ്റ് ഒരു റേഞ്ച് വിട്ട് പുറത്ത് പോകണമില്ല. അതിനാണ് ഈ ഹയർ വേരിയേഷൻ സെറ്റ് ചെയ്യണത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ സ്റ്റോപ്പ് ലോസോടെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, ഇത് അതിന്റെ ലോവർ വേരിയേഷൻ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ അറ്റ് ദ മണിയിൽ പോയി കോൾ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. പുട്ട് ഓപ്ഷൻ കുറച്ച് ഫാർ റിമൂവ് ആയിട്ട് പോയി ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ ട്രേഡ് ചെയ്യുന്ന നിഫ്റ്റിയുടെ വാല്യൂ. നിങ്ങളുടെ കോൾ ഓപ്ഷൻ വന്ന് കിടക്കുന്നത് അതേ വാല്യൂ തന്നെയാണ്. പുട്ട് ഓപ്ഷൻ അതിൽ നിന്ന് താഴെ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പറ്റും? നിങ്ങൾക്ക് സെൻട്രൽ പോയിന്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ ഇത്രയും പോയിന്റ് കിട്ടും നമ്മുടെ ബെയറി സൈഡിൽ, പക്ഷെ ബുള്ളി സൈഡിൽ കുറച്ച് കിട്ടത്തുള്ളൂ. ക്ലിയർ? എനി ഡൗട്ട്സ്? Whether all strategies are applicable to Nifty and Sensex? Yes. നമ്മൾ പഠിക്കുന്ന ഈ സ്ട്രാറ്റജി നമുക്ക് നിഫ്റ്റി, സെൻസെക്സ്, റിലയൻസ്, HDFC, ഏത് F&O കമ്പനി എവിടെ വന്നാലും എങ്ങനെ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഉറപ്പ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് സ്ട്രാറ്റജി ഞാൻ നിഫ്റ്റിയിലാണ് കാണിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഏത് ഇൻസ്ട്രുമെന്റിൽ വേണേലും ഉപയോഗിക്കാം. യു ഷുഡ് യൂസ് ഇറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ സ്ട്രാറ്റജി പഠിച്ചേക്കുന്നത് ജസ്റ്റ് ഒരു തിയറട്ടിക്കൽ ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനാണ്, അല്ലെ? ഇപ്പൊ ഓൾറെഡി ഇതിനകത്ത് ട്രേഡ് ചെയ്ത് ഓൾറെഡി ഈ അഡ്മിഷൻ ഫീസ് തിരിച്ച് വാങ്ങിച്ചവരും ഉണ്ട്. ഇപ്പൊ ഇതിനുവേണ്ടി നിങ്ങൾ പൈസ ചെലവാക്കി ക്ലാസ്സിന് കയറി, ആ ക്ലാസ്സിൽ കയറിയ പൈസ തന്നെ റിക്കവർ ചെയ്തേക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് ഗുഡ്, റൈറ്റ്? ശരിയല്ലേ? That way it is good. Okay, let's move on. Long iron fly. ഓക്കെ, ഞാൻ ആ സ്ട്രാറ്റജി ഞാൻ എന്നാ ഇത് കാണിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഓപ്ഷൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലോങ് അയൺ ഫ്ലൈ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഡെബിറ്റ് സ്പ്രെഡ് കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതെങ്ങനെയാണ് രണ്ട് ഡെബിറ്റ് സ്പ്രെഡ് കമ്പൈൻ ചെയ്യണത്? നമ്മൾ ആദ്യമേ ഒരു ബുൾ കോൾ സ്പ്രെഡ് എടുക്കുന്നു. ഇങ്ങനെയുള്ള ബുൾ കോൾ സ്പ്രെഡ്, അല്ലെ? പിന്നെ ഒരു ബെയർ പുട്ട് സ്പ്രെഡ് എടുക്കുന്നു. ഇതാണ് ബെയർ പുട്ട് സ്പ്രെഡ്, ഇതാണ് ബുൾ കോൾ സ്പ്രെഡ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രാറ്റജിയാണ് ലോങ് അയൺ ഫ്ലൈ. ലോങ് അയൺ ഫ്ലൈ എപ്പോഴാണ് ഉപയോഗിക്കാൻ പോണേ? നമുക്ക് മാർക്കറ്റ് ഒരു റേഞ്ച് വിട്ട് പുറത്തേക്ക് പോവും എന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ആ റേഞ്ച് വിട്ട് പോയാലും നമുക്കൊരു മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. ലിമിറ്റഡ് ലോസ്, ലിമിറ്റഡ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് അവിടെ അൺലിമിറ്റഡ് ലോസ്, അൺലിമിറ്റഡ് പ്രോഫിറ്റ് വരുന്ന സ്ട്രാറ്റജി അല്ല. നമ്മുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, നമ്മുടെ ലോസും ലിമിറ്റഡ് ആണ്. ആൻഡ് ഇത് മാർജിനിൽ ഉപയോഗിക്കുന്ന ട്രേഡ് ആണ്. സോ ദാറ്റ് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ. പക്ഷെ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലി ഉപയോഗിക്കാനായിട്ടുള്ള ചാൻസസ് കുറവായിരിക്കും. ഇതാണ് ആ ഒരു ലോങ് അയൺ ഫ്ലൈ എന്നുള്ള സ്ട്രാറ്റജി. നമ്മൾ എന്താ ചെയ്യുന്നത്? അറ്റ് ദ മണിയിലുള്ള നമ്മൾ ഒരു സ്ട്രൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു കോൾ ഓപ്ഷൻ വന്ന് സെല് ചെയ്യുന്നു. കുറച്ചും കൂടി ലോവർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രം ഒരു ബുൾ കോൾ സ്പ്രെഡ് ആണ്, ഇത് മാത്രം ഒരു ബെയർ പുട്ട് സ്പ്രെഡ് ആണ്. അപ്പൊ രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഇതിനാണ് നമ്മളൊരു ലോങ് അയൺ ഫ്ലൈ എന്ന് പറയുന്നത്. ലോങ് അയൺ ഫ്ലൈ ഇങ്ങനെ വരണത് കാരണം അറ്റ് ദ മണിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്ലൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിക്കാം. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു ചെറിയ റേഞ്ച് വിട്ട് പോവുകയാണെങ്കിൽ ബുള്ളി സൈഡിൽ പോയിക്കോട്ടെ ബെയർ സൈഡിൽ പോയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. കണ്ടോ? കാരണം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് കൂടുതൽ എന്തുകൊണ്ടാണ്? കാരണം മാർക്കറ്റ്
ഈ ടോട്ടൽ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ മുകളിൽ പോകാനായിട്ടുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കാരണം ഒന്നെങ്കിൽ മാർക്കറ്റ് ഒരു കാരണവശാലും ഈ ഷോർട്ട് നാരോ റേഞ്ചിൽ നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ്സ് ഹയർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം കിട്ടാൻ പോണ പ്രോഫിറ്റ്സ് കുറവാണ്. 1342 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. 8400 റുപ്പീസ് നിങ്ങൾക്ക് അതിനകത്ത് മാക്സിമം ലോസസ് വരും. അപ്പൊ നിങ്ങളുടെ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ റിവാർഡ് റിസ്ക് നിങ്ങൾക്ക് ടോട്ടലി നിങ്ങൾക്ക് ഫേവറബിൾ അല്ല. അപ്പൊ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഭേദം. ഒരുപാട് നല്ല പ്രോബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ റിവാർഡ് റിസ്ക് കുറവാണ്. അതിന്റെ ഒരു ഫാക്ടർ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ്പെക്ടൻസി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടാത്തത്. പക്ഷെ ഇതിന്റെ നേരെ ഇൻവേർഡ് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ ഷോർട്ട് അയൺ ഫ്ലൈ എന്ന് പറയും. ഷോർട്ട് അയൺ ഫ്ലൈ വളരെ റിസൾട്ട് ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലോങ് അയൺ ഫ്ലൈ ഇതിനകത്ത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഡെൽറ്റ ന്യൂട്രലിനെ പറ്റി രണ്ടു വാക്ക് പറയാം. കാര്യം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഐ ആസ്ക്ഡ് ഇസ് അബൌട്ട് ഡെൽറ്റ ന്യൂട്രൽ ലോവർ സ്ട്രൈക്സ്. ഇത് ഡെൽറ്റ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത് നമ്മൾ എല്ലാ സ്ട്രൈക്സിനും നമ്മൾ ഒന്നിച്ച് കൊണ്ടുവരണം. ഓക്കെ, ഇത് സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്തോളും. ഗ്രീക്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വന്ന സിസ്റ്റം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മുടെ 4 സ്ട്രൈക്ക് ഉണ്ട്. 4 സ്ട്രൈക്കിന്റെയും ഡെൽറ്റ ഇൻഡിപെൻഡന്റ്ലി ലിസ്റ്റഡ് ആണ്. അതിന്റെ സമ്മേഷൻ വരുമ്പോൾ അത് നിയർ സീറോയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഡയറക്ഷനെ പറ്റി നമ്മൾ ബോധേഡ് അല്ല. ഇഫ് ദി മാർക്കറ്റ് ഈസ് ഗോയിങ് ബുള്ളിഷ് ഓർ ബെയറിഷ് വി ആർ നോട്ട് ദാറ്റ് വറീഡ്. ബിക്കോസ് നമുക്ക് ഏത് ഡയറക്ഷനിൽ പോയാലും നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റണം. തീറ്റ ഇസ് നെഗറ്റീവ്. തീറ്റയുടെ ഇമ്പാക്ട് അത്ര ഹ്യൂജ് അല്ല, പക്ഷെ തീറ്റ നെഗറ്റീവ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളത് പ്രീമിയം പേ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. നമ്മൾ പ്രീമിയം റിസീവ് ചെയ്യണതല്ല, പേ ചെയ്യുന്ന സ്ട്രാറ്റജി ആയതുകൊണ്ടാണ് തീറ്റ നെഗറ്റീവ്. നമ്മളത് സെല്ലിംഗ് സൈഡിലാണെങ്കിൽ തീറ്റ പോസിറ്റീവ് ആയേനെ. ഓക്കെ, ഐ മീൻ തീറ്റ ഇസ് ഓൾവേസ് നെഗറ്റീവ്. പക്ഷെ പറഞ്ഞു തന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീറ്റയുടെ വാല്യൂ ഹയർ ആണ് അപ്പോഴും. കാരണം നമുക്ക് പ്രീമിയം ഓരോ ദിവസം ഇതിനകത്ത് പോണനുസരിച്ച് നമുക്ക് ലോസ് വരികയാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. തീറ്റ ഒരിക്കലും പോസിറ്റീവ് ആക്കാൻ പറ്റത്തില്ല. സോറി ഫോർ റോങ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഡി കെ ആണ് ഒരു ദിവസം ഇപ്പൊ 12 പോയിന്റ് ആണ് ഇതിനകത്തൊരു ഡി കെ ഇതിനകത്ത് വരാൻ പോണത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ബേസിക് സ്ട്രാറ്റജി ഉണ്ടല്ലോ, ഇതാണ് ലോങ് ആൻഡ് ഫ്ലൈ എന്ന് പറയാ. നിങ്ങളത് ഓർത്തിരിക്കുക. അറ്റ് ദ മണിയിലുള്ളതിനെ നമ്മൾ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നമ്മൾ ബൈ ചെയ്യുക, മറ്റേത് പിടിച്ച് നമ്മൾ സെല്ല് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഒരു ലോങ് ആൻഡ് ഫ്ലൈ ഉണ്ടാക്കുന്നത്. ഇതിന്റെ 1-2 വേരിയേഷൻ കൂടി നമുക്ക് പഠിക്കാം. ഇതാണ് വേരിയേഷൻ. ഈ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഈവൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇത്. നമുക്ക് പുട്ട് ഓപ്ഷനിൽ ബ്രേക്ക് ഈവൻ പെട്ടെന്ന് വരണം, കോൾ ഓപ്ഷനിൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയെങ്കിൽ നമുക്ക് ഇതിന്റെ വേരിയേഷൻ ചെയ്യാം. അപ്പൊ ടോട്ടലി ഈ ഒരു സ്ട്രൈക്ക് ഇതിനനുസരിച്ച് മാറ്റിയാൽ മതി. എന്താ ചെയ്യേണ്ടത്? നമ്മൾ പുട്ട് ഓപ്ഷന്റെ ആ ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതുണ്ടോ, പുട്ട് ഓപ്ഷൻ കുറച്ചും കൂടി അടുപ്പിച്ച് കൊണ്ടുവന്നാൽ മതി, കോൾ ഓപ്ഷൻ കുറച്ച് വൈഡ് ആക്കിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നിഫ്റ്റിയുടെ എന്ത് പറയണത്, നമ്മൾ ഇത് അണ്ടർലൈങ് വാല്യൂ ആണിത്. അപ്പൊ അണ്ടർലൈങ് വാല്യൂ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പുട്ട് ഓപ്ഷൻ അവിടെ തന്നെ വന്ന് നിർത്തുന്നു, പക്ഷെ കോൾ ഓപ്ഷൻ കുറച്ചും കൂടി നമ്മൾ ഇത് ഡിസ്റ്റൻസ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വേരിയേഷൻ കിട്ടിയത്. വേരിയേഷൻ ഞാൻ നിങ്ങൾക്ക് ഡെമോയിൽ കാണിച്ചു തരാം. ഇത് ഹയർ സ്ട്രൈക്ക് ആണ് ഇതിന്റെ വേരിയേഷൻ. അതേപോലെ തന്നെ നമുക്ക് ലോവർ സ്ട്രൈക്കിലെ വേരിയേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കോൾ സൈഡിലെ ബ്രേക്ക് ഈവൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, പുട്ട് സൈഡിലെ ബ്രേക്ക് ഈവൻ അപ്പോഴും വൈഡ് ആണ്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ഉണ്ടാവും ഇതെന്തിനാണ് ഇത് ഉപയോഗിക്കണേന്നുള്ളത്. ആൻഡ് ബേസിക്കലി പക്ഷെ മാർക്കറ്റ് കണ്ടീഷൻസിൽ ഇങ്ങനത്തെ ഒരു കേസസ് വരുന്ന ചാൻസസും കുറവാണ്. ഞാൻ എന്തിനാണ് ഇത് കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം വേരിയേഷൻസ് അറിഞ്ഞിരിക്കാനാണ്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും സേവ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ വെക്കണ സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ തിയററ്റിക്കൽ നോഹൗ നിങ്ങൾക്ക് ഉണ്ടാവും. പ്രാക്ടിക്കലി കമ്മിങ് ടു ദ റിയൽ മാർക്കറ്റ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 3-4 സ്ട്രാറ്റജീസ് പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ബട്ട് ദീസ് ആർ ദ വേരിയേഷൻസ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.